ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു 2 ദിവസം നമ്മൾ വീട് വിട്ടൊന്ന് മാറി നിന്നിട്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വീടിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ഈ കാണിച്ചേക്കുന്നത്. അച്ഛനും മോനും കൂടെ കാണിച്ചു വെച്ചേക്കുന്ന എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ കോലം കണ്ടില്ലേ? ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഷർട്ട് മുതൽ ബ്രഷ് വരെയുണ്ട്. ഞാൻ ആറ്റുകാൽ പോയിട്ട് വന്നതാണ്. അതിൻ്റെ പിറ്റേന്നത്തെ ദിവസത്തെ കാഴ്ചയാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത്. അടുക്കള കണ്ടാലോ 2 ദിവസത്തെ ചാരം വാരാൻ കിടപ്പുണ്ട്, പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഒന്ന് മാറി നിന്നിട്ട് വന്നാലുണ്ടല്ലോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലാകും നമ്മുടെ വീടും അടുക്കളയും എല്ലാം. എന്തിനാണ് നമ്മളെല്ലാം ഒതുക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ട് പോയെന്ന് പോലും ചിന്തിക്കും. നമുക്ക് ക്ഷീണമൊന്നും വിട്ട് മാറിയിട്ടില്ലായിരുന്നു. നമുക്ക് നേരെ നിൽക്കാനുള്ള ആംബിയർ ഇല്ലായിരുന്നു. എങ്കിലും എനിക്ക് ഇതിനകം എല്ലാം വീടിനകം എല്ലാം വൃത്തിയാക്കണം എന്നുള്ളൊരൊറ്റ വാശിയിൽ ഞാനിത് ചെയ്യാൻ തുടങ്ങി. നമുക്ക് 2 ദിവസത്തെ ക്ഷീണം മാത്രമല്ല, നമ്മൾ ആറ്റുകാൽ പോയിട്ട് വന്നതിൻ്റെ അത്ര വലിയ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ തലേന്നിൻ്റെ തലേന്നും 2 ദിവസത്തെ 4 ദിവസത്തെ ക്ഷീണമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഈ ആറ്റുകാൽ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ടാണ് നമ്മൾ വയനാട് പോയിട്ട് വന്നത്. അപ്പോൾ അന്ന് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു പകൽ മാത്രമാണ് വീട്ടിൽ നിന്നത്. പിറ്റേന്ന് വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ആറ്റുകാൽ അമ്മയെ കാണാനായിട്ട്. അവിടെ പോയി പൊങ്കാല ഇടാനും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ടുപോകുന്നു. ഈ വർഷവും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. പക്ഷേ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം അതിൻ്റെ ഒരു അവസ്ഥയായിരുന്നില്ല, വ്ളോഗ് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കാതെ നമ്മൾ ആറ്റുകാലൊക്കെ പോയിട്ട് വന്ന് 2 ദിവസം ആറ്റുകാൽ പോയിട്ട് വന്നു. അതിൻ്റെയും കൂടെ എല്ലാം അലുക്കുലുത്തായി കിടക്കുമായിരുന്നു വീട്. നിങ്ങൾ കണ്ടല്ലോ, മുന്നേ തന്നെ കണ്ടല്ലോ എൻ്റെ റൂമിൻ്റെയും വീടിൻ്റെയൊക്കെ അവസ്ഥ. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ വൃത്തിയാക്കി നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കരുതും വീടെല്ലാം വൃത്തിയാക്കി അടുക്കി പറക്കി തുണിയെല്ലാം കറക്റ്റ് ഭാഗത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോകണമെന്ന്. പക്ഷേ നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഈശ്വരാ ഞാൻ എന്തിനാണ് ഇത് ചെയ്തിട്ട് പോയേ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വീട്ടിലോട്ട് പോയിട്ട് 2 ദിവസം നിന്നിട്ട് വരാൻ പോലും പേടിയാണ്. കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ വേറൊരു പരുവായിപ്പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പോയി നിൽക്കാൻ പേടിയാണെന്ന്. പക്ഷേ എന്നാലും നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ പോയല്ലേ പറ്റൂ. അങ്ങനെ പിന്നെ എന്തായാലും ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു റൂം എന്തായാലും വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് കയറി. അടുക്കള കുഞ്ഞടുക്കള ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അവിടെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാരമൊക്കെ വാരി സെറ്റ് ചെയ്തു. പിന്നെന്താ, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പാത്രമായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിൻ്റെ അടുത്തോട്ട് അടുക്കുമ്പോഴാണ് അറിയുന്നത് ഈശ്വര ഇത്രയും പാത്രങ്ങൾ കഴുകാൻ എനിക്കുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി അങ്ങനെ ഒരുവിധം എല്ലാ ജോലികളെല്ലാം സെറ്റാക്കി, റൂമെല്ലാം വൃത്തിയാക്കി, പാർത്തമ്മൻ്റെ റൂമെല്ലാം വൃത്തിയാക്കി, എല്ലായിടവും വൃത്തിയാക്കിയതാണ്. ഞാനിപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ വൃത്തിയാക്കിയത്. ഡൈനിങ് ടേബിളിൻ്റെ പുറവും പിന്നെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ വൃത്തിയാക്കി. പാത്രം കഴുകാനുണ്ട്. അങ്ങനെ പാത്രവും കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. കാരണം എനിക്ക് കൂട്ടാനൊന്നും വെച്ചിട്ട് കഴിക്കാനുള്ള ആംബിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കഞ്ഞി കുടിച്ചൊന്ന് നേരെ നിന്നിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ ക്ലീനിങ് വ്ലോഗ് ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.